ഹലോ, എല്ലാവർക്കും കളേഴ്സ് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്ത് ഒരു ചന്ത ഉണ്ട്. അപ്പം ചന്ത പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ചന്തകളുണ്ട്. ഞങ്ങളെ സ്ഥലത്തിൻ്റെ പേര് തന്നെ ചന്തവിള എന്നാണ്. അപ്പം അവിടെയുണ്ടൊരു ചന്ത. പിന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പോത്തങ്കോടുള്ളൊരു ചന്തയെക്കുറിച്ചിട്ട്. അപ്പം അത് രണ്ടും അല്ലാണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഓരോ സ്ഥലത്തിലും ഓരോ ചന്തകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലിയ ചന്തയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഒന്ന് അവിടെ പോയപ്പം ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിപ്പം ബീച്ച് സൈഡിലേക്ക് പോകുമ്പോഴുള്ളൊരു ചന്തയാണ്. അപ്പം ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് എല്ലാം കിട്ടും. നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എല്ലാം കിട്ടും. അതേപോലെ തന്നെ കുറച്ച് നാടൻ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ഇത്. ഓരോരുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പച്ചക്കറികളും കുറച്ചൊക്കെ ഉള്ളൂ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ. ബാക്കിയൊക്കെ അവർ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ പ്രായമുള്ള ആൾക്കാരാണ് അധികവും ഇങ്ങനെ വിൽക്കുന്നത്. അത് ഫ്രൂട്ട്സ് ആവട്ടെ, പച്ചക്കറി ആവട്ടെ, പിന്നെ നമ്മളെ ഈ ചെറിയ എന്താ പറയുക അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ ചിക്കൻ, മീറ്റ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ മുട്ടകൾ, ഓരോരുത്തരുടെ വീട്ടിൽ ഉണ്ടാകുന്ന മുട്ടകളൊക്കെ എടുത്ത് കൊണ്ടുവരിക. അങ്ങനെ ചെറിയ ആൾക്കാർ ചെയ്യുന്ന ഒരു കുഞ്ഞി ചന്തയാണ്. വലിയ ചന്തയാണ്. ഇതൊരു വലിയ ചന്തയാണ്. ഞങ്ങളിവിടെയൊക്കെ ചെറിയ ഈ റോഡ് സൈഡിലുള്ളൊരു ചെറിയ ചന്തയാണ്. അപ്പോൾ ഇത് ഭയങ്കര വലുതാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാലും ഭയങ്കര ആൾക്കൂട്ടം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു മീനിൻ്റെ സെക്ഷനാണ്. അപ്പം നിറയെ മീൻ, പലതരം മീനാണ്. നമ്മളിപ്പോൾ നമ്മളെ ചന്തയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് 1-2 സാധനങ്ങൾ മാത്രമേ കാണാനും ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു 4-5 ടൈപ്പ് മീനുകളേ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാ ടൈപ്പ് മീനും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എല്ലാവരെയും വിളിച്ച് മീൻ വിൽക്കുന്നുണ്ട്. പിന്നെ നല്ല തിരക്കാട്ടോ. തിരക്കായിട്ട് അതിൽ നടക്കാൻ പോലും പറ്റുന്നില്ല. വലിയ മീനായിക്കോട്ടെ വലിയ മീനുണ്ട്, ചെറിയ മീനായിക്കോട്ടെ ചെറിയ മീനുണ്ട്. നമുക്ക് ഏത് വിലയ്ക്കാണോ ഒത്തത് ആ വിലയ്ക്ക് അവർ തരുന്നുണ്ട്. പിന്നെ ചെമ്മീൻ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള മീനുകളും ഉണ്ടാവുമല്ലോ, അതുണ്ട്. ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ വലിയ മീനൊക്കെ നമുക്കിവിടെ കട്ട് ചെയ്തിട്ട്, ഇത്രയും വലിയ മീനൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർ തന്നെ കട്ട് ചെയ്ത് ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ അടുത്തൊക്കെ ഉള്ളവരൊന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കുക കേട്ടോ. നല്ല ലാഭത്തിൽ നമുക്ക് മീനും, അതും മീൻ ലാഭത്തിൽ മാത്രമല്ല നല്ല ഫ്രഷ് മീനാട്ടോ. നല്ല ചോരുള്ള മീനാണ്. ഞങ്ങൾ വാങ്ങി വീട്ടിലെത്തി. ഞങ്ങൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞങ്ങൾ വാങ്ങി. നല്ല അടിപൊളി ഫ്രഷ് സാധനങ്ങളാണ്. പിന്നെ എല്ലാവരും ഒന്നിവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക. നല്ല സാധനങ്ങളാട്ടോ. യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് മീൻ വാങ്ങി, പിന്നെ കുറച്ച് കപ്പ വാങ്ങി, പിന്നെ കപ്പയ്ക്ക് പറ്റുന്ന മീൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഞങ്ങൾ ഡെയിലി മീൻ വാങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. പിറ്റേ ദിവസവും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ പരന്ന മീനുകളൊക്കെ അവർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ മുറിക്കാമെന്ന് പറയുന്നവർക്ക് അങ്ങനെയും വാങ്ങി പോകാം. പിന്നെ അതേപോലെ തന്നെ പച്ചക്കറികളും ഉണ്ട് കേട്ടോ. പച്ചക്കറിയും ഇപ്പോൾ ഇഷ്ടപ്പെട്ട പച്ചക്കറി നോക്കി സെലക്ട് ചെയ്തിട്ട് അവർക്ക് അടുത്ത് പറഞ്ഞ് വാങ്ങാം. നാടനായതുകൊണ്ട് നമുക്കത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. ഓരോരുത്തരെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് നാടൻ സാധനമാണെന്ന്. പച്ചക്കറി കണ്ടാൽ തന്നെ അറിയാമല്ലോ സാധനം എത്രമാത്രം നല്ലതാണെന്ന്. അപ്പം ഞങ്ങളവിടെ അങ്ങനെ കൃഷി ചെയ്തിട്ട് വിൽക്കുന്ന അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഇവിടെ ആകുമ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് കാണുകയും ചെയ്യാം. അവർ കൊണ്ടുവന്ന് ഇറക്കുന്നതും ഒക്കെ കുറേ കൊണ്ടുവന്ന് ഇറക്കിയല്ല. അവരൊക്കെ ഓരോ പിടി ഉണ്ടാവുള്ളൂ. കാരണം വീട്ടിൽ നിന്ന് എടുക്കുന്നത് കുറച്ച് അവർ വീട്ടിൽ മുറ്റത്ത് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് വിൽക്കുന്നതും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഒരു ഭാഗത്ത് വേറെ കൊണ്ടുവരുന്ന പച്ചക്കറികൾ വിൽക്കുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പായിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ട് ആരെങ്കിലും ഇവിടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ചന്തയിൽ പോവുക കേട്ടോ. ചന്തയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക. അപ്പം തന്നെ അറിയുള്ളൂ അവിടുത്തെ ഇത്. എപ്പോഴും ഈ സൂപ്പർ മാർക്കറ്റ് വലിയ കടയിലേക്കൊക്കെ പോകുമ്പോൾ ഈ ചെറിയ കടയിലേക്ക് ചെറിയൊരു ഇങ്ങനത്തെ ചന്തകളിലും നമ്മൾ മിസ് ചെയ്യരുത്. അവിടെ നമ്മൾ വരണം. അവിടുത്തെ അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം.
കൂടെ അവിടെ വരെ പോയി നോക്കാം. അപ്പം ഞങ്ങൾ വാങ്ങിയത് ഈ ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഇത് ഈ പരന്ന ടൈപ്പ് മീനാണ്. ഞങ്ങളെ നാട്ടിലേക്ക് ഇത് ആനച്ചവിട്ടി എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുകയെന്നൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ മീനാണ് വാങ്ങിയത്. നല്ല വലിപ്പമില്ല, നല്ല സൈസില്ല മീനായിരുന്നു. അതുമാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഞാൻ കാര്യം പറയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീൻ. അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ പിന്നെ 2 പ്രാവശ്യം പോയിട്ട് മീൻ വാങ്ങിയത്. അപ്പം എല്ലാവരും ഒന്ന് അവിടെ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കരിവേപ്പില വാങ്ങണേ. ബീൻസ് നോക്കി നോക്ക്, വില എത്രയാന്ന്. കിഴങ്ങ് വേണം വാങ്ങിക്കോ. വില ചോദിച്ചു നോക്ക്. വേണോ? മത്തി വാങ്ങണോ? കോഴിമുട്ടക്ക് എന്താ വില എന്ന് വെച്ചാൽ കോഴിമുട്ടക്ക് എന്താ വില എന്ന് വെച്ച് നോക്ക്. പച്ചമഞ്ഞള് ലൗലോലിക്ക ഇതാ എല്ലാം കിട്ടുന്നു. കരിവേപ്പില വേണോ? കരിവേപ്പില തീർന്നിക്കുന്നു. കരിവേപ്പില വാങ്ങിയാലോ? തീർന്നിക്കുന്നു. വാങ്ങൂ. എത്രയ്ക്കാ? 10 രൂപയ്ക്കാ? ഇതൊന്ന് പിടിക്കും. പഴം നാളെ വാങ്ങാം.